രാധേ 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 കൃഷ്ണ. ഒരു ദിവസം കൃഷ്ണൻ യമുനാ നദിയുടെ തീരത്ത് രാധയെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. തൻ്റെ പ്രിയതമയെ കാണാൻ വരുമ്പോൾ എന്താ കൊടുക്കുക എന്ന് ആലോചിക്കുകയാണ്. അപ്പോഴാണ് നദിയിൽ ഒരു താമര വിരിഞ്ഞു നിൽക്കുന്നത് കൃഷ്ണൻ കാണുന്നത്. ആ താമര കാണുമ്പോൾ ഭഗവാന് രാധയെ ഓർമ്മ വരികയാണ്. അപ്പോൾ ഭഗവാന് തോന്നുകയാണ്, എന്നാൽ ഈ താമര തന്നെ എൻ്റെ രാധയ്ക്ക് കൊടുക്കാം. അങ്ങനെ ഭഗവാൻ താമര പറിക്കാൻ നദിയിൽ ഇറങ്ങുകയാണ്. പക്ഷേ ഭഗവാൻ ഒരു സാധനം എടുക്കാൻ മറന്നുപോയി, ഭഗവാന്റെ ഓടക്കുഴൽ. ഭഗവാൻ താമര പറിക്കാൻ ഇറങ്ങി. എന്നാൽ ഇതെല്ലാം ഒരു മരത്തിൻ്റെ പിന്നിൽ നിന്ന് കാണുന്നുണ്ട് രാധാറാണി. രാധാറാണി ചിരിക്കുകയാണ്. രാധ കണ്ടു കൃഷ്ണൻ ഓടക്കുഴൽ എടുക്കാൻ മറന്നുപോയത്. ആ തക്ക നോക്കി രാധ ഓടക്കുഴൽ എടുത്ത് പോവുകയാണ്. രാധ ഓടക്കുഴൽ എടുത്ത് കൃഷ്ണനെ പോലെ ഓടക്കുഴൽ വായിച്ച് നടക്കുകയാണ് കേട്ടോ. മനോഹരമായ സംഗീതം പൊഴിക്കുകയാണ് രാധാറാണി. കൃഷ്ണനെ പോലെ മനോഹരമായി ഓടക്കുഴൽ വായിക്കുന്ന ആളാണല്ലോ രാധാറാണി. ഇങ്ങനെ വായിച്ച് നടക്കുകയാണ് കേട്ടോ രാധാറാണി. അങ്ങനെ കൃഷ്ണൻ താമര പറിച്ച് വരികയാണ് രാധയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് കൃഷ്ണന് ഓർമ്മ വരുന്നത്, ഓടക്കുഴൽ കാണാനില്ലല്ലോ, എൻ്റെ ഓടക്കുഴൽ എവിടെ പോയി എന്നിങ്ങനെ ആലോചിക്കാനുണ്ടോ. അപ്പോൾ ഭഗവാന് മനസ്സിലായി, ഓടക്കുഴൽ രാധ കൊണ്ടുപോയി എന്ന്. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, കുറുമ്പി രാധ, ഞാൻ നദിയിൽ ഇറങ്ങിയ തക്ക നോക്കി ഓടക്കുഴൽ എടുത്ത് കൊണ്ടുപോയില്ലേ. ആ സമയത്താണ് രാധയുടെ ഓടക്കുഴൽ സംഗീതം കൃഷ്ണൻ കേൾക്കുന്നത്. ഭഗവാൻ രാധയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. രാധ ആണെങ്കിലോ ഓടക്കുഴൽ വായിച്ചിങ്ങനെ നടക്കുകയാണ്. വൃന്ദാവനം മുഴുവൻ നിറയുകയാണ് രാധയുടെ സംഗീതം. വൃന്ദാവനം ആനന്ദിക്കുകയാണ് രാധയുടെ സംഗീതം കേട്ട്. രാധാറാണി ഓടക്കുഴൽ വായിച്ച് നടക്കുകയാണ്. പെട്ടെന്ന് കൃഷ്ണൻ രാധയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ രാധ പെട്ടെന്ന് ഞെട്ടുട്ടോ. കൃഷ്ണൻ ചോദിക്കുകയാണ് രാധയോട്, കൃഷ്ണേശ്വരി, നീ എൻ്റെ ഓടക്കുഴൽ എടുത്ത് കൊണ്ടുപോയില്ലേ. അപ്പോൾ രാധ ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് രാധ പറയും, രാധേശ്വര, ഇത് അങ്ങയുടേതാണോ? അല്ലല്ലോ, ഇത് എൻ്റെ അല്ലേ. ഈ ഓടക്കുഴൽ ആർക്ക് വേണ്ടിയാണ് വായിക്കുന്നത്? എനിക്ക് വേണ്ടിയല്ലേ. അപ്പോൾ ഇത് എൻ്റെ അല്ലേ? കൃഷ്ണൻ പറയും, കുറുമ്പി, ഓടക്കുഴൽ തരുന്നുണ്ടോ? എനിക്ക് ഓടക്കുഴൽ വായിക്കണമെന്ന് പറയും. അപ്പോൾ രാധ വിരഹത്തോടു കൂടി പറയും, കൃഷ്ണ, ഈ ഓടക്കുഴലിന് എന്ത് ഭാഗ്യമാണ് കിട്ടിയത്. നിൻ്റെ ചുണ്ടിനോട് ചേർന്ന് നിൽക്കാനുള്ള ഭാഗ്യം ഈ ഓടക്കുഴലിന് കിട്ടിയില്ലേ. അപ്പോൾ കൃഷ്ണൻ പറയും, അത് ഞാനല്ലേ രാധേ നിന്നോട് ചോദിക്കേണ്ടത്. രാധ നോക്കുകയാണ് കേട്ടോ കൃഷ്ണനെ. അതെന്താ കൃഷ്ണ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ കൃഷ്ണൻ പറയും, നീ ആരാണ് രാധേ? നീ ഈ സർവ്വചരാചരങ്ങളുടെ അമ്മയല്ലേ. ആ അമ്മയുടെ ചുണ്ടിനോട് ചേരാനുള്ള ഭാഗ്യമല്ലേ ഈ ഓടക്കുഴലിന് കിട്ടിയത്. എന്ത് പുണ്യമാണ് ഓടക്കുഴലെ നീ ചെയ്തത്. നിൻ്റെ അമ്മയുടെ കയ്യിലല്ലേ നീ ഇരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്ത് ഭാഗ്യമാണ് നിനക്ക് കിട്ടാനുള്ളത്. നിൻ്റെ ചുണ്ടിനോട് ചേർന്ന ഈ ഓടക്കുഴൽ വായിക്കാനുള്ള ഭാഗ്യം അല്ലേ എനിക്ക് കിട്ടണത് എന്ന് പറഞ്ഞ് ആ താമര രാധയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് കൃഷ്ണൻ പറയും, ഞാൻ നിൻ്റെ പാദം തൊഴുകയാണ്, എൻ്റെ ദേവിയുടെ പാദം തൊട്ട് തൊഴുകയാണ് എന്ന് കൃഷ്ണൻ പറയുകയാണ്. അങ്ങനെ കൃഷ്ണൻ രാധയുടെ പാദം തൊട്ട് തൊഴുകയാണ്. സർവചരാചരങ്ങളുടെയും അമ്മയാണ് രാധാറാണി. കൃഷ്ണൻ്റെ ഭാര്യയാണ്. ആ അമ്മയിലൂടെ മാത്രമേ കൃഷ്ണനെ കിട്ടുള്ളൂ. ആ ഭക്തി കിട്ടണമെങ്കിൽ രാധാറാണി തന്നെ വിചാരിക്കണം. എല്ലാവരും രാധേ രാധേ എന്ന് പറയും. രാധേ 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 കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ജയശ്രീ രാധേ രാധേ.